നമസ്കാരം. തൃശൂരിലെ പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് കരോൾ പാടുന്നത് പോലീസ് വിലക്കിയതിനെതിരെ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തു വന്നു. ആരെ സന്തോഷിപ്പിക്കാനാണ് പാലയൂർ പള്ളി തന്നെ പിണറായി സർക്കാർ ഇതിനായി തെരഞ്ഞെടുത്തത്? പാലയൂർ ക്രൈസ്തവ ദേവാലയം ശിവക്ഷേത്രമായിരുന്നു എന്നാണ് സംഘപരിവാർ അവകാശവാദം. കേരളത്തെ വർഗീയമായി വിഭജിക്കാനുള്ള BJP സംഘപരിവാർ തന്ത്രത്തിന് പിണറായി സർക്കാർ തന്നെ കൂട്ടുനിൽക്കുകയാണ് എന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു. തൃശൂർ പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്നലെയാണ് ഉച്ചഭാഷിണിക്ക് അനുമതിയില്ലെന്ന് പറഞ്ഞ് ക്രിസ്മസ് ആഘോഷം പോലീസ് മുടക്കിയത്. പള്ളി അങ്കണത്തിൽ രാത്രി 9 തുടങ്ങാനിരുന്ന കരോൾ ഗാനം പാടാൻ പോലും പോലീസ് അനുവദിച്ചില്ല. പള്ളിമുറ്റത്തെ വേദിയിലൊരുക്കിയ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയെറിയുമെന്ന് ചാവക്കാട് SI വിജിത്ത് ഭീഷണിപ്പെടുത്തിയതായി ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു. സിറോ മലബാർ സഭാധ്യക്ഷൻ മാർ റഫേൽ തട്ടിൽ പള്ളിയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു പോലീസ് നടപടി. അതിനിടെ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കമ്മിറ്റിക്കാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഫോണിൽ വിളിച്ചു. SIക്ക് ഫോൺ നൽകാൻ സുരേഷ് ഗോപി പറഞ്ഞെങ്കിലും SI സംസാരിക്കാൻ കൂട്ടാക്കിയില്ലത്രേ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സുരേഷ് ഗോപി വിളിച്ചെങ്കിലും ഗാനാലാപനത്തിന് പോലീസ് അനുമതി നൽകാൻ തയ്യാറായില്ല. പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കരോൾ ഗാനം മുടങ്ങുന്നതെന്നും പരാതി നൽകുമെന്നും ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു. പള്ളിമുറ്റത്ത് കൊടിമരത്തിന് സമീപം ചെറിയ വേദിയൊരുക്കി അതിനു മുകളിലാണ് കരോൾ പാടാൻ സജ്ജമാക്കിയിരുന്നത്. പള്ളിയങ്കണം ആയതിനാലാണ് മൈക്ക് അനുമതി തേടാതിരുന്നതെന്നും ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു. അതേസമയം പാലയൂർ പള്ളിയിൽ കരോൾ ഗാനം വിലക്കി പള്ളി കമ്മിറ്റിക്കാരോട് മോശമായി പെരുമാറിയെന്ന ആരോപണം ചാവക്കാട് SI വിജിത്ത് നിഷേധിച്ചു. കരോൾ ഗാനത്തിന് മൈക്ക് ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും സംഘാടകരോട് മോശമായി സംസാരിച്ചിട്ടില്ലെന്നും SI വിജിത്ത് വിശദീകരിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം ശിവക്ഷേത്രമായിരുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു അടക്കമുള്ളവർ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഗ്യാൻബാബി മസ്ജിദുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയിലായിരുന്നു ബാബുവിന്റെ അവകാശവാദം. ഇതുകൂടാതെ മലയാറ്റൂർ പള്ളിയെയും അർത്തുങ്കൽ പള്ളിയെയും കുറിച്ചും ഇദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു. മലയാറ്റൂർ പള്ളി എങ്ങനെ ഉണ്ടായെന്ന് മലയാറ്റൂർ രാമകൃഷ്ണൻ മാതൃഭൂമി വാരികയിൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ ബോധ്യമാകും. അർത്തുങ്കൽ പള്ളി ക്ഷേത്രമായിരുന്നുവെന്ന് RSS സൈദ്ധാന്തികൻ TG മോഹൻദാസ് പറഞ്ഞത് ശരിയാണ് എന്നായിരുന്നു RV ബാബു പറഞ്ഞത്. തൃശൂർ പാലയൂർ പള്ളിയിലെ കരോളും പിണറായി പോലീസ് മുടക്കിയിട്ടുണ്ട്. ആരെ സന്തോഷിപ്പിക്കാനാണ് പാലയൂർ പള്ളി തന്നെ പിണറായി സർക്കാർ തെരഞ്ഞെടുത്തത്? പാലയൂർ ക്രൈസ്തവ ദേവാലയം ശിവക്ഷേത്രമായിരുന്നു എന്നാണ് സംഘപരിവാർ അവകാശവാദം. കേരളത്തെ വർഗീയമായി വിഭജിക്കാനുള്ള BJP സംഘപരിവാർ തന്ത്രത്തിന് പിണറായി സർക്കാർ തന്നെ കൂട്ടുനിൽക്കുകയാണ് എന്നാണ് സന്ദീപ് വാര്യർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത്. സാംസ്കാരിക തലസ്ഥാനത്തെ സംഘപരിവാർ അജണ്ടയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് സർക്കാർ എന്ന ആരോപണം നേരത്തെ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ഉയർന്നു കേട്ടിരുന്നു. പാലയൂർ പള്ളി സംബന്ധിച്ച് അവകാശവാദം ഉന്നയിച്ച് ഹിന്ദുത്വ വക്കീൽ കൃഷ്ണരാജിന്റെ പോസ്റ്റ് നേരത്തെ വിവാദമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സന്ദീപ് വാര്യർ ഉയർത്തുന്ന ചോദ്യം പ്രസക്തമാകുന്നത്.